സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരാൾ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് ദേശീയ സുരക്ഷാ നിയമം പോലുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി തടവിലിടുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റങ്ങളെ അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. ഈ കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ സോനം വാങ്ചുക്കിന്റെ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ സർക്കാർ വിവർത്തനം ചെയ്തപ്പോൾ അതിൽ ഗുരുതരമായ മാറ്റങ്ങൾ വരുത്തിയെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ തെളിയിച്ചു. ലഡാക്കികൾ സ്വയം തീ കൊളുത്തി മരിക്കണം, സർക്കാരിനെ അട്ടിമറിക്കണം എന്നിങ്ങനെയുള്ള പ്രകോപനപരമായ പ്രയോഗങ്ങൾ വാങ്ചുക് നടത്തിയെന്നാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു വാക്കുപോലുമില്ലെന്ന് സിബൽ കോടതിയിൽ ബോധിപ്പിച്ചു. ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് വരുത്തി തീർത്താണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചതെന്ന് ഈ വാദത്തിലൂടെ കോടതിക്ക് വ്യക്തമായി. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, PV വാലെ എന്നിവരടങ്ങിയ ബെഞ്ച് സർക്കാരിന്റെ ഈ നടപടിയെ കർശനമായി ചോദ്യം ചെയ്തു. വെറും 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗം വിവർത്തനം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് 8 മിനിറ്റായി മാറുന്നത് എന്നതായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം. ഇതിൽ വ്യക്തമായ ദുരുദ്ദേശമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമായ ഈ കാലത്ത് ഇത്രയും വലിയ പിശകുകൾ വിവർത്തനത്തിൽ ഉണ്ടാകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഒരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം കൃത്യത പോലും സർക്കാർ കാണിച്ചില്ലെന്ന് കോടതി ആഞ്ഞടിച്ചു. വാസ്തവത്തിൽ സോനം വാങ്ചുക് നടത്തിയിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളും തികച്ചും സമാധാനപരമായിരുന്നു. ലഡാക്കിന്റെ പാരിസ്ഥിതിക സുരക്ഷയ്ക്കും അവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം ശബ്ദമുയർത്തുന്നത്. അക്രമത്തിന്റെ പാത വെടിയാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത ഒരു മനുഷ്യനെയാണ് അക്രമത്തിന് പ്രേരിപ്പിച്ചു എന്ന പേരിൽ സർക്കാർ വേട്ടയാടുന്നത്. ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ പോലും സർക്കാർ കേൾക്കുന്നു എന്ന് കോടതി പോലും സർക്കാരിനെ പരിഹസിക്കുകയുണ്ടായി. അതോടുകൂടി വാങ്ചുക്കിനെതിരെയുള്ള സർക്കാരിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയായിരുന്നു. സർക്കാർ സമർപ്പിച്ച വിവർത്തനങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് വാങ്ചുക്കിന്റെ പ്രസംഗങ്ങൾ അടങ്ങിയ യഥാർത്ഥ പെൻഡ്രൈവ് ഹാജരാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കോടതി തന്നെ ഈ തെളിവുകൾ നേരിട്ട് പരിശോധിക്കും. ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കാൻ ഇല്ലാത്ത കാരണങ്ങൾ നിരത്തുന്നത് അനുവദിക്കില്ലെന്ന ശക്തമായ താക്കീതും സർക്കാരിനെതിരെ കോടതി നൽകി കഴിഞ്ഞു. ഈ കേസ് സോനം വാങ്ചുക്കിന്റെ മാത്രം പ്രശ്നമല്ല. അധികാരികളെ വിമർശിക്കുന്നവരുടെ വാക്കുകളെ വളച്ചൊടിച്ച് അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന രീതിക്ക് സുപ്രീം കോടതി നൽകുന്ന ശക്തമായ താക്കീതാണിത്. ജനാധിപത്യത്തിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും വെറും അനുമാനങ്ങളുടെ പേരിൽ ഒരാളെ തടങ്കലിൽ വെക്കാൻ കഴിയില്ലെന്നും കോടതിയുടെ ഇടപെടൽ വീണ്ടും അടിവരയിടുന്നു.